എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം. പല കഥകളും കേരളത്തിലുണ്ട്. പുരാണ കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, പല വിധത്തിലുള്ള നാടോടി കഥകളുണ്ട്. അങ്ങനെ കേട്ടിട്ടുള്ളത് ഒരു കഥയാണിത്. ഇതിൻ്റെ തന്നെ വേറെ കഥയും കേട്ടിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഈ കഥയെ പറ്റി പറയാം. അത് പശുവിൻ്റെ അകിടിൻ്റെ അഴകിനെ പറ്റിയാണ് കഥ. പണ്ട് ഭഗവാൻ പരമശിവനും പാർവതി ദേവിയും കൈലാസത്തിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പാർവതി ദേവിക്ക് പ്രപഞ്ചത്തിലെ സർവ ചരാചരങ്ങൾക്കും അമൃതിന് തുല്യമായ പാൽ നൽകുന്ന കാമധേനു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ, ദേവലോകത്തെ പശുവാണ്. അകിട് കാണാൻ കൗതുകം തോന്നി, പ്രത്യേക കൗതുകം തോന്നി. എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രത്യേക കൗതുകം ഉണ്ടാകും, ചില ആകർഷണീയതയൊക്കെ ഉണ്ടാകും. അതുപോലെ ദേവി അകിട് സൂക്ഷിച്ചു നോക്കുകയും അതിൻ്റെ ഭംഗിയിൽ ആകർഷകയാവുകയും ചെയ്തു. അത്രയും മനോഹരമായിരുന്നു ആ രൂപം. ഭൂമിയിലുള്ളവർക്കും കാണാനും ആസ്വദിക്കാനും സാധിക്കണം എന്ന് മനസ്സിലാഗ്രഹിച്ചു. ഇതിങ്ങനെ ഇതേപോലുള്ള എന്തെങ്കിലും ജനങ്ങൾക്ക്, ഭൂമിയിലുള്ളവർക്ക് കാണാനും ആസ്വദിക്കാനും കഴിയണമെന്ന് ആഗ്രഹിച്ചു. ദേവി ഈ വിവരം ഭഗവാനോട് പറഞ്ഞു. ദേവിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഭഗവാൻ ശിവൻ കാമധേനുവിൻ്റെ അകിടിൻ്റെ അതേ രൂപഭംഗിയുള്ള ഒരു കായ, ഒരു ചെടിയിലുണ്ടാകുന്ന കായ, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ കഥ വേറൊരു രൂപത്തിൽ കേട്ടിട്ടുണ്ട്. ഭഗവാൻ ഭൂമിയിൽ ഒരു ചെടി സൃഷ്ടിച്ചു. ആ ചെടിയാണ് കോവൽ. കേട്ടിട്ടില്ലേ? കോവയ്ക്ക കണ്ടിട്ടില്ലേ? വളരെ ഉപകാരപ്രദമായതും അമൃതിന് തുല്യതുമായതുമാണ് കോവയ്ക്ക. കോവയുടെ ആകൃതി ഡീറ്റ്സ് സാദൃശ്യമുള്ളതാണ്. ഇലയോ തണ്ടോ കായോ ചില സമയത്ത് നുള്ളിയിട്ടില്ലെങ്കിൽ വെളുത്ത പാല് പോലെയൊക്കെ വരുന്നതും കാണാറുണ്ട്. അതുകൊണ്ടല്ല, ഒരു കഥയാണ്. നമ്മൾ ഈ കഥ കേൾക്കുന്നു, അപ്പോൾ വിശ്വസിക്കുന്നു പുരാണ കഥയാണ്, നാടോടി കഥയാണ്. വേറൊരു വിധത്തിലും ഈ കഥ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഐ വി ഗോഡ്, അതിൻ്റെ മഹാത്മ്യം കൂടി പറയാം. പ്രകൃതി തന്നിട്ടുള്ള ഔഷധമാണ്. പ്രമേഹത്തിന് ഉത്തമം. പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കോവക്കയിലും ഇലയിലും ചില എൻസൈമുകൾ ഇൻസുലിൻ പോലെ പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ അത് കഴിക്കുന്നത് നല്ലതാണത്. പച്ച കോവയ്ക്ക, കിളുന്ത് കോവയ്ക്കൊക്കെ വെറുതെ കഴിക്കുന്നത് നല്ലതാണ്. തോരൻ വെച്ചോ ജ്യൂസ് അടിച്ചോ കുടിക്കുന്നതും നല്ലതാണ്. ഇതിനു മുമ്പും ഞാൻ കോവലിനെ പറ്റി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉപകാരങ്ങളും ഗുണങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പോഷക ഗുണങ്ങളുടെ കലവറയാണ്. കുറഞ്ഞ കലോറിയും ഉയർന്ന അളവിൽ നാരുകളും ഉണ്ട്. നാരുകൾ അത് അധികമുള്ളത്, ഫൈബർ അധികമുള്ളത് എപ്പോഴും നല്ലതാണ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത്. വൈറ്റമിൻ എ, സിയും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. കാൽസ്യം, ഇരുമ്പ്, എല്ലുകളുടെ വളർച്ച, ആരോഗ്യത്തിനും വിളർച്ചയ്ക്കും എല്ലാം നല്ലതാണ്. വിളർച്ചയൊക്കെ തടയുന്ന നല്ലതാണ് കോവയ്ക്ക് എന്തുകൊണ്ടും. ദഹന പ്രക്രിയ സുഗമമാക്കുന്നു, മലബന്ധം അകറ്റുന്നു. ഇലയും വേരും ഔഷധമാണ്. ഇല അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. ചൊറിച്ചിൽ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നു. ഇല ചവച്ചരച്ച് കഴിക്കുന്നതും നല്ലത്. ഇല കൊണ്ട് തോരൻ വയ്ക്കുന്നു. വായ്പുണ്ണ് അകറ്റുന്നു. ഇതിലെല്ലാം ഔഷധ ഗുണമുണ്ട്. പാലിനെ പോലെ തന്നെ ഔഷധ ഗുണമുള്ളതാണ്. പെട്ടെന്ന് വയറ് നിറയുന്നത് പോലെ തോന്നും. നമ്മൾ ആഹാരത്തിന് മുമ്പ് കുറച്ച് കോവയ്ക്കയുടെ സാലഡോ അല്ലെങ്കിൽ കോവയ്ക്ക വെറുതെ കഴിച്ചാലും മതി. ഇളം കോവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കുന്നു, അമിതാഹാരം കുറയ്ക്കുന്നു.
അപ്പോൾ നമുക്ക് വിശപ്പൊക്കെ പെട്ടെന്ന് മാറിയ പോലെ തോന്നുമ്പോഴത്തേക്കും അധികമായിട്ട് ആഹാരം കഴിക്കാനായിട്ട് തോന്നില്ല. ഒരു നാട്ടുചൊല്ലുണ്ട്, എന്താണെന്ന് മിക്കവരും കേട്ടിട്ടുണ്ടോ? കോവൽ നട്ടിട്ടുണ്ടെങ്കിൽ കൈ നനയ്ക്കേണ്ട എന്നാണ് പറയുന്നത്. കോവൽ നട്ടാൽ കൈ നനയ്ക്കേണ്ടെന്ന്. കൈ നനയ്ക്കാൻ എന്താ അതിൻ്റെ അർത്ഥം? പല അർത്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ. നാട്ടുചൊല്ലും പഴങ്കഥകളും എല്ലാം ഉണ്ടല്ലോ. വലിയ പരിചരണമില്ലാതെ ധാരാളം വിളവ് കിട്ടും. അപ്പം എന്നെ സംബന്ധിച്ച് അത് അനുഭവമാണ് കേട്ടോ. ഞാൻ അധികം പരിചരണം ഒന്നും കൊടുക്കാതെ തന്നെ കോവൽ ഞാൻ അറിയാതെ തന്നെ മുളച്ചു വന്നതാണത്. അത് അമൃതാണെന്നാണ് പറയുന്നത്. രസകരമായ നാടോടി കഥ നിങ്ങളിപ്പോൾ കേട്ടില്ലേ? പുരാതന ഐതിഹ്യം ഇതെല്ലാം കേരളത്തിലുണ്ടെന്നുള്ള പറഞ്ഞു. ഇതിൻ്റെ തന്നെ വേറെ രസകരമായിട്ടുള്ള കഥകളും ഉണ്ട്. ഏതായാലും പഴമക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ള പല കഥകളും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടതാണ്. പ്രപഞ്ചത്തിനോട് ബന്ധപ്പെട്ട കഥകളാണ് ഈ പറഞ്ഞു വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കോവലിന് വേണ്ടി ഇങ്ങനെയൊരു കഥ, അതും കോവലിൻ്റെ ഗുണങ്ങളും മറ്റും പറഞ്ഞറിയിക്കുന്നതാണ്. അപ്പോൾ ആ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധമാണ് കാണിക്കുന്നത്, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നു. പക്ഷെ നമ്മളാരും അതൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ആ കോവയ്ക്ക ഉണ്ടാവുന്നു, കോവക്ക മേടിച്ച് കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ചിലവർ മാത്രം അതിൻ്റെ ഗുണങ്ങളെയൊക്കെ പറ്റി ശ്രദ്ധിക്കുകയുള്ളൂ. അല്ലാത്തവരൊന്നും അതൊന്നും ശ്രദ്ധിക്കില്ല. പ്രകൃതിയോട് താല്പര്യമുള്ളവരെല്ലാം ശ്രദ്ധിച്ചെന്ന് വരും. പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്നവർ അതിനെപ്പറ്റിയും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ഔഷധ ഗുണങ്ങളും മറ്റും കണ്ടുപിടിക്കും. ആഹാരത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കും. ഇതെല്ലാം വളരെ ഔഷധ ഗുണമുള്ളതും അമൃതിന് തുല്യമായതും ആയതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് ഇതേപോലുള്ള കഥകളെല്ലാം മെനഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ കോവൽ മരം എങ്ങനെയാണെന്ന് ചിലവർക്ക് അറിയാൻ പറ്റില്ല. ഇത് കോവൽ മരം എങ്ങനെയായിരിക്കുന്നു? അതിൻ്റെ ഇല ഹൃദയത്തിൻ്റെ ആകൃതിയിലായിരിക്കും. ഇവിടെ കാണിച്ചിട്ടുണ്ട്. പൂവ് ബെല്ലിൻ്റെ ആകൃതിയിലായിരിക്കും. ആ പൂവിൻ്റെ ഞെട്ടിലാണ് കോവയ്ക്ക ഉണ്ടാവുന്നത്. ഞെട്ടിങ്ങനെ തടിച്ച് തടിച്ച് വന്നിട്ട് കോവയ്ക്ക ഉണ്ടാവും. നമുക്ക് കഴിക്കാം. പിന്നെ ഇതിൻ്റെ ഇലകളെല്ലാം ഇവിടെ എൻ്റെ ഇതിൽ കുറേയൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ട്. പക്ഷെ അതങ്ങനെ ഉണങ്ങിയ ഇലകൾ നിർത്തരുത്, അതെല്ലാം മുറിച്ച് കളയണം. പ്രൂണിങ് ആവശ്യമാണ്. പഴയ ഇലകൾ, ഉണങ്ങിയ ഇലകളെല്ലാം മാറ്റി മാറ്റി, അത് ഏത് ചെടിക്കും അതെ കേട്ടോ, അതെല്ലാം മാറ്റി കഴിഞ്ഞാൽ അത് രണ്ടാമത് അത് വീണ്ടും ശാഖകളൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് തന്നെ പടർന്നു കയറും. ഒരു പന്തലോ അല്ലെങ്കിൽ കയറോ ഒക്കെ കെട്ടിക്കിടക്കുക. അതിൻ്റെ ഇപ്പം തണ്ട് വേറെ സ്ഥലത്തായിരിക്കും നിൽക്കുന്നത്. ഇപ്പം എൻ്റെയൊക്കെ തണ്ട് ഒരു വേറെ സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് ബൊഗൈൻവില്ലയിലാണ് കയറി കിടക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പന്തലിട്ട് കൊടുക്കാം, നെറ്റ് ഇട്ട് കൊടുക്കാം. അതുമല്ലെങ്കിൽ കയറ് കെട്ടിക്കൊടുക്കാം. നല്ല വെയിൽ വേണം ഇതിന്. വെയിൽ അത്യാവശ്യമാണ്. മിക്ക ചെടികൾക്കും വെയിൽ അത്യാവശ്യമാണ്. എന്നാലേ കായ്ബലം കിട്ടുള്ളൂ. നമുക്കതുപോലെ ഉണങ്ങിയ ചാണകമോ ചാണകപ്പൊടി, എല്ലുപൊടി, വേറെ വളങ്ങൾ, എന്തെങ്കിലും പച്ചില വളങ്ങൾ, കപ്പലണ്ടി പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചത്, ഇതെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ മുറിച്ച് കളയണം കേട്ടോ. ഈ ചുവന്നതൊന്നും അല്ല അതിൻ്റെ പൂവ്, അത് ബൊഗൈൻവില്ലയിൽ കയറി കിടക്കുന്നതുകൊണ്ടാണ്. അതൊന്നും മാറ്റാനായിട്ടൊന്നും എനിക്കൊന്നും അറിയില്ല. ചുവപ്പൊക്കെ ഇനി മാറ്റിയൊക്കെ വരുമ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ അങ്ങനെ വന്നു, അത്രേ ഉള്ളൂ. ഇട്ടു എന്ന് മാത്രം. ഏകദേശം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ കോവൽ ചെടി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്? എല്ലാവർക്കും അറിയാവുന്നതാണ്. കോവയ്ക്ക മേടിക്കാൻ കിട്ടുമല്ലോ, കടകളിലൊക്കെ കണ്ടു കാണും. ചിലപ്പോൾ ചെടി മിക്കവർക്കും പരിചയം ഉണ്ടാവില്ല. ചെടി ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഇരിക്കും, പടർന്നു കയറുന്നതാണ്. നല്ല വെയിൽ ആവശ്യമാണ് കേട്ടോ.
ഉണങ്ങിയ ഇലകളും മറ്റും മുറിച്ച് കളയുന്നത്. അത് ഏത് ചെടിക്കും, ഇപ്പം മുന്തിരിക്കൊക്കെ ആണെങ്കിലും അതെ, അത് പ്രൂണിങ് നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ പുതിയ ശാഖകൾ ഉണ്ടാവുകയും പുതിയ ശാഖകൾ വരുമ്പോൾ തന്നെ പുതിയ ഇലകളും പൂക്കളും എല്ലാം വരും അതിൽ. അപ്പം നിങ്ങളിതുപോലെ കോവൽ നട്ടു വളർത്തുക. അധികം പരിചരണമൊന്നും വേണ്ട. കോവൽ നിൽക്കുന്ന സ്ഥലം പുണ്യസ്ഥലമാണെന്നാണ് പറയുന്നത്. അതും വേറെ എവിടെയൊക്കെ വായിച്ചിട്ടുള്ളതാണ് ഞാൻ. കോവൽ നിൽക്കുന്ന വീടുണ്ടെങ്കിൽ അവിടെ പൂജാകർമ്മങ്ങളൊന്നും ചെയ്യണ്ട എന്നുകൂടിയുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം മരിക്കുമ്പോഴൊക്കെ നമ്മൾ കർമ്മങ്ങളും പൂജകളൊക്കെ ചെയ്യുമല്ലോ, അതിൻ്റെ കൂടി ആവശ്യമില്ല, അത്ര പരിശുദ്ധമായ സ്ഥലമാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും കോവലൊരു നല്ലൊരു സസ്യമാണ്. പറ്റിയാൽ നിങ്ങൾ നട്ടു വളർത്തുക. കായ നട്ടു വളർത്തണമെന്നില്ല, ഇതിൻ്റെ മൂത്ത തണ്ട് മേടിക്കാൻ കിട്ടും, അതിൽ നിന്നും നട്ടു വളർത്താവുന്നതാണ്. മണ്ണിൽ വെച്ചാൽ കൊടുത്താൽ മതി, അത് വേരൊക്കെ പിടിച്ചോളും. അതൊക്കെ ഓരോരുത്തരുടെ ഗുണം പോലെ ഇരിക്കും കേട്ടോ. ഞാൻ ഈ തണ്ട് മേടിച്ചൊക്കെ നട്ടു നോക്കിയിട്ട് വളർന്നില്ല, ഇത് തന്നെ കിളി കൊണ്ടുവന്നിട്ടതാന്ന് തോന്നുന്നു. ചില കോവലെല്ലാം വലിയ കയ്പ്പായിരിക്കും, അത് ചിലർ പറയുന്നത് കേൾക്കാം, പശു കടിച്ചതോ അങ്ങനെയൊക്കെയുള്ള കോവലായിരിക്കും കയ്പ്പുള്ളത്. എൻ്റെ പക്ഷേ ഭാഗ്യം കൊണ്ട് അങ്ങനത്തെ കയ്പ്പൊന്നുമില്ല. എപ്പോഴും തോരനൊന്നും വെച്ച് കഴിക്കാറില്ല, വെറുതെ ചെടിയനക്കാൻ കയറുമ്പോൾ അത് കാണും, പറിക്കും, കഴിക്കും, അത്രേ ഉള്ളൂ. എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ 2-3 കുറച്ച് ദിവസം കയറാണ്ടിരുന്ന് പിന്നെ നോക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും. അതൊക്കെ തന്നെ ഒരു അനുഗ്രഹമല്ലേ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ കഥകൾ കൂടിയുണ്ട്. കാമധേനുവിൻ്റെ അകിട്, കാമധേനു ദേവലോകത്തെ പശുവാണ്, അതിൻ്റെ അകിടിൻ്റെ ആകർഷണീയതയാണ് പാർവതീദേവിക്ക് ഇങ്ങനെ ഒരാഗ്രഹം തോന്നിയതും നമുക്ക് കോവയ്ക്ക കിട്ടിയതും, കോവൽ എന്ന ചെടി നമ്മുടെ പ്രപഞ്ചത്തിൽ വന്നതും എന്ന് നമുക്ക് വിശ്വസിക്കാം. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.